തവനൂർ തിരുനാവായ പാലം മെട്രോമാൻ ഇ ശ്രീധരന്റെ രൂപരേഖ അംഗീകരിച്ച് അദ്ദേഹത്തിന്റെ കൂടെ ഉപദേശത്തോടുകൂടി പാലം നിർമ്മിക്കണമെന്ന് ഹൈക്കോടതി വിധി വന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ മുഖത്തേറ്റ കനത്ത തിരിച്ചടിയാണെന്ന് ബിജെപി സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ കെ സുരേന്ദ്രൻ പറഞ്ഞു. ഇ ശ്രീധരൻ 2 തവണ മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട രൂപരേഖ നൽകിയിട്ടും അത് പരിഗണിക്കാതെ ഉദ്ഘാടനം നിർവഹിച്ച മന്ത്രി റിയാസും കെ.ടി. ജലീൽ എം.എൽ.എയും CPM നേതൃത്വവും ഇ ശ്രീധരനോട് മാപ്പ് പറയണം. രാജ്യത്തെ വികസന രംഗത്ത് ഇ ശ്രീധരന്റേത് അവസാന വാക്കാണെന്ന് ഹൈക്കോടതി വിധിയിലൂടെ തെളിയിച്ചിരിക്കുകയാണെന്നും ശ്രീധരനെ വികസന വിരുദ്ധനായി ചിത്രീകരിച്ചാൽ സ്വയം അപമാനിതനായിരിക്കുകയാണെന്നും വിധി വന്നതിനു ശേഷം അദ്ദേഹത്തെ വസതി സന്ദർശിച്ച് പൊന്നാടയണിച്ച് ആദരിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ലോകമാദരിക്കുന്ന പത്മവിഭൂഷൺ ലഭിച്ച ബഹുമാനപ്പെട്ട ഇ ശ്രീധരൻ സാറ് 2 തവണ ഈ പാലവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ രൂപരേഖ സമർപ്പിക്കുകയുണ്ടായി. പക്ഷേ അതിന് യാതൊരു മറുപടിയും നൽകാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറാകാത്തത് തികച്ചും പ്രതിഷേധാർഹവും അപലപനീയവുമാണെന്ന് ഈ വിധിയിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. ഈ വിധി വന്ന സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട ഇ ശ്രീധരൻ സാറ് രാജ്യത്തിൻ്റെ വികസന നായകനാണെന്ന് മറ്റൊരു തരത്തിൽ ഹൈക്കോടതി വിധിയിലൂടെ തെളിഞ്ഞിരിക്കുകയാണ്. തിരുനാവായിൽ വരാൻ പോകുന്ന വലിയ വികസനം, ആ വികസനത്തിൽ തടസ്സം വരാതെയും ആ 72 മീറ്ററോളം കുറച്ച് 4.2 കോടി ലക്ഷം രൂപ അധിക ചെലവ് വരുന്നത് ചുരുക്കി ഈ പാലം നിർമ്മിക്കാൻ രൂപരേഖ നൽകിയിട്ടും അത് നിരസിച്ച് അഹങ്കാരത്തോട് കൂടിയിട്ട് ഈ പാലം നിർമ്മിക്കാൻ വന്നവർക്കും ഏറ്റ കനത്ത തിരിച്ചടിയാണ്. അതുകൊണ്ട് അവര് മാപ്പ് പറയാൻ തയ്യാറാകണമെന്ന് ഹൈക്കോടതി വിധി സ്വാഗതം ചെയ്യുന്നതായി മെട്രോമാൻ ഇ ശ്രീധരനും പറഞ്ഞു. കിട്ടിയിട്ടില്ല. എൻ്റെ അറിവിൽ കോടതി പറഞ്ഞിരിക്കുന്നത് എന്നെപ്പോലുള്ള ഒരു വ്യക്തിയുടെ ഉപദേശപ്രകാരമാണ് ഇന്നത്തെ ഒരു ബ്രിഡ്ജ് പണിയുമ്പോൾ, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സഹായം ആവശ്യപ്പെട്ട് അദ്ദേഹം നിർദ്ദേശിക്കുന്ന പ്രകാരം ബ്രിഡ്ജ് പുതുക്കി ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യണം, അങ്ങനെ ഞാൻ കേട്ടിരിക്കുന്നത്. വിധിയുടെ വിശദാംശങ്ങൾ അറിവായിട്ടില്ല. വിശദാംശങ്ങൾ ലഭിച്ചതിന് ശേഷം മറ്റു കാര്യങ്ങൾ പറയാമെന്നും പാലം യാഥാർത്ഥ്യമാക്കാൻ സൗജന്യമായ സേവനം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. നീള സാംസ്കാരിക വേദി നേതാവ് പി പ്രദീപ്, BJP മണ്ഡലം ജനറൽ സെക്രട്ടറി ഗണേശൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. NCV ന്യൂസ്, പൊന്നാനി. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.